പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം. ഈ പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് ദൈവസ്ഥാനത്തിൽ കടന്നു വരുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ ഈ നല്ല അവസരത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ പ്രഭാത ചിന്തയ്ക്കായി അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം, അതിൻ്റെ 2-ാം ഭാഗം കേന്ദ്രീകരിച്ച് നമുക്ക് ചിന്തിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 21-ാം വാക്യം ഞാൻ വായിക്കുന്നു. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. ഞാൻ ഈ ഭാഗം എടുത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ വായിച്ച ഈ വാക്യത്തിൻ്റെ അവസാന ഭാഗമാണ്. നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ ഇന്ന് ആളുകൾ മറ്റ് ആളുകളെ അനുകരിക്കുന്നത് കാണാറുണ്ട്. നമ്മൾ സാധാരണയായിട്ട് പറയുന്നു ഫാൻസ് അല്ലേ, നടീനടന്മാരോ അല്ലെങ്കിൽ ക്രിക്കറ്റ് താരങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരോ അവരെൻ്റെ ഫാനാണ് എന്ന് പറഞ്ഞാൽ അവരെപ്പോലെ ആകുവാൻ ആളുകൾ ശ്രമിക്കാറുണ്ട്. എന്നാൽ സൃഷ്ടാവായ ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന മാതൃക ആരാണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഇവിടെ അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, നമ്മുടെ മാതൃക കർത്താവായ യേശുക്രിസ്തുവാണ്. ഇത് ഞാൻ പറയുമ്പോൾ പലരും ചിന്തിക്കും, എങ്ങനെയാണ് നമ്മൾ യേശുവിനെ മാതൃകയാക്കുന്നത്? യേശുവിനെ പോലെ ആകുവാൻ ആർക്ക് കഴിയും? ഒരു പാട്ടുകാരൻ പാടുന്നുണ്ടല്ലോ, യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കേൾക്കുവാൻ, യേശുവെ പോലെ ജീവിപ്പാൻ, ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. ഇത് പാടുമ്പോൾ നമ്മൾ പലപ്പോഴും ഓർക്കുന്നൊരു കാര്യം, എങ്ങനെ എനിക്ക് യേശുവിനെ പോലെ ആയിത്തീരുവാൻ കഴിയും? ഞാൻ ഇന്ന് വളരെ ലളിതമായിട്ട് നിങ്ങളോട് ഈ ഭാഗം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ആരും തന്നെ യേശുവിനെ കണ്ടിട്ടില്ല. ഇന്ന് യേശുവിൻ്റെതെന്ന് ആരോപിക്കുന്നതായ ആ പടം യേശുവിൻ്റെതല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ യേശു ആരാണ്, യേശു എങ്ങനെയുള്ളവനാണ്, യേശുവിൻ്റെ ജീവിതം എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായും മനസ്സിലാക്കുവാൻ സാധിക്കും. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് സുവിശേഷങ്ങളിൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ആ ജീവിത ശൈലി നമുക്ക് കാണുവാൻ സാധിക്കും. യേശുക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ 30 വയസ്സ് വരെ തൻ്റെ മാതാപിതാക്കൾക്ക് കീഴടങ്ങി അവരെ അനുസരിച്ച് ആയിരുന്നു. ഞാൻ ചിന്തിക്കുന്നു, ഈ 30 വയസ്സിൽ കർത്താവ് യേശുക്രിസ്തു നമുക്കൊരു മാതൃകയാണ്. നാം എപ്രകാരം ജീവിക്കണം, നമ്മുടെ മാതാപിതാക്കളെ അനുസരിച്ച് നാം ജീവിക്കണം എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണം യേശുക്രിസ്തുവിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മാതാപിതാക്കളെ അനുസരിച്ചു എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു തൻ്റെ ഈ ലോകത്തിലെ പിതാവായി പ്രവർത്തിച്ചിരുന്ന ജോസഫിനെ, അദ്ദേഹം ഒരു കാർപ്പൻ്ററായിരുന്നു, നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ അദ്ദേഹത്തെ യേശു സഹായിച്ചു. ആ കുടുംബത്തിൻ്റെ വരുമാന മാർഗത്തിനു വേണ്ടി യേശു അദ്ദേഹത്തോടൊപ്പം ജോലിയെടുത്ത് കാണും. അങ്ങനെ യേശു പലവിധമായ പ്രവൃത്തികൾ, ജോലികൾ ഒക്കെ ചെയ്ത് ഈ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരുന്നു. എന്നാൽ 30-ാമത്തെ വയസ്സിലാണ് നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് യേശുവിനെ കാണുവാൻ സാധിക്കുന്നത്. അപ്പോഴും കർത്താവ് യേശുക്രിസ്തു ആർക്കാണ് കീഴ്പ്പെട്ടിരുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവൻ ആരാണ്? കർത്താവ് യേശുക്രിസ്തു ഒരേ സമയം തന്നെ ദൈവവും അതുപോലെ പൂർണ്ണ മനുഷ്യനുമാണ്. തൻ്റെ മനുഷ്യത്വത്തിൽ താൻ ഈ ലോകത്തിലെ തൻ്റെ മാതാപിതാക്കളെ തന്നെ അനുസരിച്ചു. അതുപോലെ തൻ്റെ മനുഷ്യത്വത്തിൽ താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. നാം ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിനൊരു മാതൃക കർത്താവ് യേശുക്രിസ്തു നമുക്ക് കാണിച്ചിരുന്നു. ഈ ലോകത്തിലെ നമ്മുടെ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരിക്കുമ്പോൾ, ഈ ലോകത്തിലെ നിയമങ്ങൾ അനുസരിക്കുമ്പോൾ തന്നെ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ സമയമെടുക്കണം. നമ്മുടെ കാര്യങ്ങളെ നമുക്ക് ദൈവത്തോട് പറയാം. കർത്താവ് യേശുക്രിസ്തു നമ്മെപ്പോലെ തന്നെ രോഗം ശീലിച്ചവനായിരുന്നു. നമ്മെപ്പോലെ നിന്ദകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും മനക്ലേശങ്ങളിലൂടെയും യേശു കടന്നുപോയി. അപ്പോഴെല്ലാം നമുക്ക് കർത്താവ് യേശുക്രിസ്തുവിനെ കാണുവാൻ സാധിക്കുന്നത് അവൻ രാത്രികാലങ്ങളിൽ മലയിൽ പോയി പിതാവായ ദൈവത്തോട് സംസാരിക്കുന്നവനായിട്ടാണ്, പ്രാർത്ഥിക്കുന്നവനായിട്ടാണ്.
ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് വൈഷമ്യ സാഹചര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ ദൈവത്തിന് മുമ്പാകെ അത് പ്രസൻറ്റ് ചെയ്യണം, കർത്താവ് യേശുക്രിസ്തുവിനെ പോലെ. നോക്കുക, ഇത് നാം കർത്താവ് യേശുക്രിസ്തുവിനെ പിന്തുടരുവാൻ, ആ മാതൃകയെ മനസ്സിലാക്കി ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നതായ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥന നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. യേശുക്രിസ്തുവിൻ്റെ ഗെത്സമനിലെ പ്രാർത്ഥനയിൽ യേശു പ്രാർത്ഥിച്ചത് എങ്ങനെയാണ്? പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീക്കിപ്പോകണം. എന്താണ് ഈ പാനപാത്രം? ഈ കഷ്ടത, ഈ ക്രൂശീകരണം. പക്ഷേ കർത്താവ് യേശുക്രിസ്തു അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു സവിശേഷതയുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു ഇപ്രകാരം പറയുന്നു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടമാകട്ടെ. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചുള്ള ഒരു ജീവിതം. ഞാൻ വളരെ ചുരുക്കി പറയാൻ ആഗ്രഹിക്കുന്നു, യേശുക്രിസ്തുവിൽ നമുക്ക് പിൻപറ്റുവാൻ കഴിയുന്ന ഒരു മാതൃക കാണുവാൻ സാധിക്കുന്നു. അവൻ ഈ ഭൂമിയിൽ തൻ്റെ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് ജീവിച്ചു. അതുപോലെ തന്നെ തൻ്റെ ശുശ്രൂഷയിൽ താൻ പ്രാധാന്യം കൊടുത്തു. അതുപോലെ തന്നെ പിതാവായി ദൈവത്തിന് താൻ കീഴ്പ്പെട്ട് തൻ്റെ വിഷയങ്ങളിൽ പിതാവായി ദൈവത്തോട് സംസാരിച്ചു. ഇതാണ് കർത്താവ് നമുക്ക് വേണ്ടി വെച്ചതായ മാതൃക. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ ദിവസങ്ങളിൽ കർത്താവ് യേശുക്രിസ്തുവിനെ നോക്കി വിശ്വാസത്തിൻ്റെ ഓട്ടം സ്ഥിരതയോടുകൂടി കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ജീവിത മാതൃക നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവാൻ ഞാൻ നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. കേൾപ്പിക്കപ്പെട്ട നല്ല വചനത്തിനായി സ്തോത്രം. ഈ വചനത്തെ അങ്ങയുടെ മക്കൾക്ക് സ്വീകരിപ്പാനും അവരുടെ ജീവിതത്തിൽ കർത്താവ് യേശുക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കുവാൻ, യേശുവിനെ മാതൃകയാക്കുവാൻ അങ്ങയുടെ മക്കളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗാഡ് ബ്ലെസ് യു ആൾ.